ന്യൂയോർക്കിൽ തുടങ്ങി ഇന്ദ്രപ്രസ്ഥത്തിലൂടെ കേരളത്തിലെത്തി 5 പതിറ്റാണ്ടോളം നീണ്ട അഭിമാനകരവും സുദീർഘവുമായ പത്രപ്രവർത്തന ചരിത്രത്തിനുടമയാണ് ശ്രീ പി ജെ മാത്യു. ഖുഷ്വന്ത് സിംഗ്, ബി ജി വർഗീസ് തുടങ്ങി പ്രശസ്തരായ പത്രപ്രവർത്തകരോടൊപ്പം സഹപ്രവർത്തകനായി പ്രവർത്തിക്കാൻ അവസരം ലഭിച്ചതുൾപ്പെടെ ഒട്ടേറെ നേട്ടങ്ങൾ ഈ മേഖലയിൽ കരസ്ഥമാക്കിയ അദ്ദേഹമാണ് ഇന്ന് ഫോർത്ത് എസ്റ്റേറ്റിലെ അതിഥി. ന്യൂയോർക്കിൽ തുടങ്ങി രാജ്യത്തിൻ്റെ തലസ്ഥാനമായ ഇന്ദ്രപ്രസ്ഥത്തിൽ അവിടെ നിന്ന് കേരളത്തിൽ 5 പതിറ്റാണ്ടോളം നീണ്ടുനിന്ന പത്രപ്രവർത്തന അനുഭവം മാത്യു സാറിനെ മറ്റ് പത്രപ്രവർത്തകരിൽ നിന്ന് വ്യത്യസ്തനാക്കുകയാണ്. ഈ പത്രപ്രവർത്തന രംഗത്തേക്ക് കടന്നു വരാനുണ്ടായ സാഹചര്യം എന്താണ്? എങ്ങനെയാണ് ഈ മേഖലയിലേക്ക് വരാനുണ്ടായ കാരണങ്ങൾ എന്താണ്? വളരെ യാദൃച്ഛികം എന്ന് പറയാം, എന്നാൽ അതൊരു ഭാഗ്യമായിട്ട് കരുതുകയും ചെയ്യുന്നു. ഞാൻ ഡിഗ്രി കഴിഞ്ഞ് ഒരു സ്കൂൾ മലയാളം ഹൈസ്കൂൾ അസിസ്റ്റൻ്റായിട്ട് 2 വർഷം അൺട്രെയിൻഡ് ആയിട്ട് പണിയെടുത്തു. അതായത് വീട്ടിൽ സാമ്പത്തിക ശേഷി കുറവായതുകൊണ്ട് ഹയർ സ്റ്റഡീസിന് പോകാനുള്ള ഒരു സാവകാശം. അതിനുശേഷം MA ദേവഗിരി കോളേജിൽ പോയി ഫീസ് കൊടുത്ത് തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ എനിക്ക് പത്രപ്രവർത്തനം പഠിക്കാൻ ഫുള്ളി പെയ്ഡ്, പോക്കറ്റ് മണി ഉൾപ്പെടെ പഠിക്കാൻ എനിക്കൊരു സ്കോളർഷിപ്പ് കിട്ടുന്നു. ഇന്ത്യൻ കാത്തലിക് പ്രസ് അസോസിയേഷൻ. അതിന് കിട്ടുമെന്ന് ഞാൻ തീരെ പ്രതീക്ഷിക്കാത്ത ഒരു സ്കോളർഷിപ്പായിരുന്നു. ഞാൻ അതിനുവേണ്ടി ഒരു ടെസ്റ്റും ഒരു ഇൻ്റർവ്യൂവും കൊച്ചിയിൽ നടത്തിയിരുന്നു. പക്ഷെ അത് കിട്ടുമെന്ന് തീരെ പ്രതീക്ഷിച്ചിട്ടില്ല. പക്ഷേ അത് യാദൃശ്യമായി കിട്ടി. അതിന് പോയതുകൊണ്ട് ആ വഴിക്ക് പിന്നെ നാഗ്പൂരിൽ നിന്ന് ഡൽഹിക്കും പോയി. ഡൽഹിയിൽ പോയി ഈ ഇന്ത്യൻ കാത്തലിക് പ്രസ് അസോസിയേഷൻ്റെ ഒരു ഭാരവാഹി ആരംഭിക്കാൻ വിചാരിച്ചിരുന്ന ഓർബിറ്റ് വീക്കിലി, ആ വീക്കിലി തുടങ്ങാൻ വേണ്ടി ഞങ്ങൾ 3 ട്രെയിനീസ് ഈ തരത്തിൽ ജേർണലിസം പഠിച്ചവരൊക്കെ ഉണ്ടാണ്. വാസ്തവത്തിൽ ഞങ്ങളുടെ ട്രെയിനിങ് തന്നെ ഒരു പുതിയ ഒരു വാരിക പുറത്തിറക്കിക്കൊണ്ടുള്ള ട്രെയിനിങ് ആയിരുന്നു ഞങ്ങൾക്കുണ്ടായിരുന്നത് എന്ന് പറയാം. അന്ന് ഹാൻഡ് കമ്പോസിങ്ങിൻ്റെ കാലം, 1966 അന്ന് ഹാൻഡ് കമ്പോസിങ്ങിൻ്റെ കാലം. ഓരോ അക്ഷരങ്ങളും പെറുക്കി പേജുകൾ ഉണ്ടാക്കിയിരുന്ന, എന്നിട്ട് ചരട് കൊണ്ട് വലിച്ചു കെട്ടി അതിന് മേലെ മഷി പുരട്ടി ഹാൻഡ് പ്രൂഫ് എടുക്കുകയും ഈ ഹാൻഡ് പ്രൂഫ് കറക്ഷൻസ് വരുത്തി പിന്നീട് അത് മെഷീനിൽ, അതൊരു പ്രിൻറ്റിങ് തന്നെ വളരെ സ്മഡ്ജി, വല്ലാതെ മഷിയൊക്കെ കയ്യിൽ പുരളുന്ന ഒരു പ്രക്രിയയായിരുന്നല്ലോ. ഇന്നത്തെ ഓഫ്സെറ്റ് പ്രിൻറ്റിങ്ങിൽ പറ്റുന്ന മഷിയുടെ 100 അംശം പോലും, അതായത് ഹാൻഡ് പ്രസ്സിനുള്ളതിൻ്റെ 100 അംശം പോലും മഷി വേണ്ട ഇന്ന് പ്രിൻ്റ് ചെയ്യാൻ. അങ്ങനെയാണ് തുടക്കം. ആ തുടക്കം ആദ്യത്തെ അതൊരു വലിയ സന്തോഷമുള്ളൊരു അനുഭവമായിരുന്നു. കാരണം സെൽഫ് എക്സ്പ്രഷൻ, അത്യാവശ്യം ധാരാളം വായിക്കുന്ന ഒരു പ്രവണത ഉണ്ടായിരുന്നു. പത്രങ്ങളും വായിക്കുമായിരുന്നു. കോളേജിലായിരുന്നപ്പോഴും എപ്പോഴും ഹൈസ്കൂൾ മുതലേ ധാരാളം പുസ്തകങ്ങൾ വായിക്കുന്ന ഒരു സ്വഭാവം ഉള്ളതുകൊണ്ട് അത് എനിക്കൊരു ഇഷ്ടപ്പെട്ട മേഖലയിൽ എത്തിപ്പെട്ടൊരു സന്തോഷമായി. ഇല്ലെങ്കിൽ ഒരു പക്ഷേ ഞാൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ പഠിച്ച് ഒരു കോളേജ് അധ്യാപകനായി മാറിയാണ്. MA ഇംഗ്ലീഷ് ലിറ്ററേച്ചറിന് പോയി ചേർന്നാണ്. പക്ഷേ ഈ സ്കോളർഷിപ്പ് കിട്ടിയത് പിന്നീട് ചിലപ്പോൾ തോന്നാറുണ്ട്, ലിറ്റററി ടേസ്റ്റിൽ നിന്ന് മാറിപ്പോയി എന്നുള്ളത്. പിന്നീടുള്ള വായന മുഴുവൻ കറണ്ട് അഫയേഴ്സ്, വളരെ ഹംഡ്രം, വളരെ മുഷിപ്പനാണ് വാസ്തവത്തിൽ ഇന്നേവരെ. ഈ ഓർബിറ്റ് എന്നാണ് പിന്നീട് ഈ ഓർബിറ്റിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ കാലത്ത് എൻ്റെ പെർഫോമൻസ് തൃപ്തിയായിട്ടാവാം, അമേരിക്കയിൽ ലോങ് ഐലൻഡ് കാത്തലിക് എന്ന ഒരു വീക്കിലിയുടെ എഡിറ്റർ ഡൽഹി സന്ദർശിക്കാനിടയായപ്പം ഈ ഓർബിറ്റിൻ്റെ അവിടെ വരാനിടയായി. അപ്പം ഞങ്ങളുടെ എഡിറ്റർ ചോദിച്ചു, വൈ ഡോണ്ട് യു ടേക്ക് അവർ ബോയ്സ് ഫോർ ട്രെയിനിങ് എന്ന് അവരോട് ചോദിച്ചപ്പോൾ ഓൾറൈറ്റ് വിൽ ഹാവ് ഇറ്റ് എന്ന് പറഞ്ഞ് സായിപ്പ് പറഞ്ഞ്
ആ കൂടെ അങ്ങനെ എൻ്റെ പേര് കൂടെ ഉണ്ടായിരുന്ന ഞങ്ങൾ 3 ജേർണലിസം ട്രെയിനീസിൽ എന്നെ സെലക്ട് ചെയ്തു. ഐ വാസ് ദി ഓൺലി വൺ സെലക്റ്റഡ്. പിന്നീട് അത് ആ സ്കോളർഷിപ്പ് തുടർന്നില്ല. ഓർബിറ്റ് ന്യൂയോർക്കിലായിരുന്നു. ന്യൂയോർക്കിൽ പോകുമ്പോൾ ഇന്ത്യൻ ഉള്ളൊരു, അതായത് ഒന്നും അറിയാത്ത ഒരാളാണ് വാസ്തവത്തിൽ. കോഴിക്കോട്ട് നിന്ന് ഡൽഹിയിൽ നിന്ന് പെട്ടെന്ന് പറിച്ച് ന്യൂയോർക്കിലേക്ക് നട്ടു. ഞാനൊരു ഗ്രാമീണൻ തന്നെയാണ് അന്നും ഒരു പക്ഷേ ഇന്നും വലിയ വ്യത്യാസമില്ല. എനിക്ക് വാസ്തവത്തിൽ ന്യൂയോർക്കിൽ അക്കാലത്ത് വേണമെങ്കിൽ ഈ എൻ്റെ ആ ലോങ് ഐലൻഡ് കാത്തലിക് ട്രെയിനിങ് കഴിഞ്ഞ ഉടനെ എനിക്ക് ശ്രമിക്കായിരുന്നെങ്കിൽ ഇഷ്ടം പോലെ മറ്റു പത്രങ്ങളിലേക്ക് പോകാനുള്ള അവസരം ഉണ്ടായിരുന്നു. എനിക്ക് വേണോ എന്ന് ചോദിച്ചവരുണ്ട്. പക്ഷെ എനിക്ക് അമേരിക്കയിൽ എന്ത് ജേർണലിസം, എൻ്റെ കോൺട്രിബ്യൂഷൻ ഈ നാടിന് ആവശ്യമുണ്ടെന്നുള്ളൊരു തോന്നൽ അമേരിക്കയ്ക്ക് എന്നെ കൊണ്ട് പ്രത്യേകിച്ച്, എനിക്ക് അമേരിക്കയ്ക്ക് വേണ്ടി ഒന്നും പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ ഇല്ല എന്നുള്ളൊരു തോന്നൽ കൊണ്ട് ഞാൻ ഈ സ്കോളർഷിപ്പിൻ്റെ കാലാവധി, അതായത് ട്രെയിനിങ്ങിന് വേണ്ടിയിട്ടുള്ള 10 മാസത്തെ കാലാവധി തീർന്നപ്പോൾ തിരിച്ചു പോരുകയാണ് ചെയ്തത്. അതിനിടക്കാണോ ഐക്യരാഷ്ട്രസഭയിൽ പോയി റിപ്പോർട്ട് ചെയ്യുന്നത് എൻ്റെ ട്രെയിനിങ്ങിൻ്റെയും അസൈൻമെൻറ്റിൻ്റെയും ഭാഗമായിട്ടായിരുന്നു. അതുകൊണ്ട് ധാരാളം വലിയ ആൾക്കാരുമായിട്ട് ഇടപഴകാനുള്ള അവസരം കിട്ടി. ജി പാർത്ഥസാരഥി, പ്രധാനമന്ത്രിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉപദേശകനായി മാറിയ ജി പാർത്ഥസാരഥി ആയിരുന്നു അന്ന് ഇന്ത്യയുടെ UN അംബാസിഡർ. അദ്ദേഹമായിട്ട് ഇൻ്റർവ്യൂ സംഘടിപ്പിച്ചു. അങ്ങനെ ഒരു ചെറുപ്പക്കാരനൊരു അവസരം. UN സെക്രട്ടറി ജനറലിനെ ഈ സമയത്ത് ഇൻ്റർവ്യൂ ചെയ്യാനുള്ള ഒരു അവസരം. അന്നത്തെ UN സെക്രട്ടറി ജനറൽ ഊദാന്ത്, അവരൊക്കെ വളരെ ഈസിലി അപ്രോച്ചബിൾ ആയിരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ അത്ഭുതം. ഇന്നാണെങ്കിൽ അവരെ ഒന്ന് അടുത്ത് പോകാൻ വേണ്ടി സാധ്യമാവില്ല. കാരണം സെക്യൂരിറ്റി തന്നെ ഒരു വലിയ പ്രശ്നമാണത്. അന്ന് വളരെ ഈസി ആയിട്ട് ഇടപഴകാൻ വരുമായിരുന്നു. വഴിക്ക് നിർത്തി, ഹലോ മിസ്റ്റർ ഉദാന്ത്, മേ ഐ ഹാവ് എ വേർഡ് വിത്ത് യു എന്ന് പറഞ്ഞുകൊണ്ട് സൈഡിലേക്ക് വിളിച്ചു കഴിയുന്ന അവസ്ഥ. അത്രയും സരളമായിരുന്നു ജേർണലിസത്തിൻ്റെ പാത. എല്ലാവരും ഇഷ്ടമാണ് ഉള്ളത്. അന്ന് കനേഡിയൻ ന്യൂസ് പേപ്പർ, ഒരു ന്യൂസ് ഏജൻസി ഉണ്ടായിരുന്നു, നാന എന്ന പേരായിട്ട്. അതിൻ്റെ ഒരു പത്രപ്രവർത്തനം പറഞ്ഞു, അമേരിക്കൻ പത്രപ്രവർത്തനം ശത്രുക്കളെ ഉണ്ടാക്കും എന്ന്. അതെങ്ങനെയെന്ന് ഞാൻ അന്ന് അത്ഭുതപ്പെട്ടു ആദ്യകാലത്ത്. അത് ശരിയാണെന്ന് എനിക്ക് പിന്നീട് തോന്നി. വെൻ യു ആർ ഹിയർ യു വിൽ വാണ്ട് ടു ഗോ ബാക്ക്. വെൻ യു ഗോ ബാക്ക് പ്രോബ്ലി യു വുഡ് വാണ്ട് ടു കം ബാക്ക് ഓൾസോ. ഇത് രണ്ടും ശരിയായിരുന്നു തോന്നി. കുറേ കഴിഞ്ഞപ്പോൾ തോന്നി ഡൽഹിയിലേക്ക് തിരിച്ചു വരേണ്ടിയിരുന്നില്ല അന്ന്. അവിടെയായിരുന്നെങ്കിൽ മറ്റു തരത്തിൽ പോകാമായിരുന്നു. പക്ഷേ നാടിനോടുള്ള ഇഷ്ടം കൊണ്ട് മാത്രമാണ് ഞാൻ തിരിച്ചു വന്നത്. ന്യൂയോർക്കിൽ നിന്ന് തിരിച്ചു വന്ന് ഡൽഹിയിൽ ജേർണലിസം സ്റ്റാർട്ട് ചെയ്യുന്നു. അതിന് ശേഷം ഇതുവരെ 7 ഇംഗ്ലീഷ് പത്രങ്ങളടക്കം 7 ഡെയിലീസും 7 ആനുകാലികങ്ങളിലും. എല്ലാം ഇംഗ്ലീഷ് പത്രങ്ങളല്ല, മലയാളം അടക്കം 7 പത്രങ്ങളിലും 7 ആനുകാലികങ്ങളിലും പ്രവർത്തിച്ചിരിക്കുന്നു. ഈ ഡൽഹിയിലെ പത്രപ്രവർത്തനം ആ കാലത്ത് ആ ഒരു അനുഭവങ്ങളൊന്ന് പറയാൻ, ആ സമയത്തുണ്ടായ അവിസ്മരണീയമായ സംഭവങ്ങൾ, അന്നത്തെ ഒരു ഡൽഹിയുടെ ഒരു മീഡിയ ഒരു മാധ്യമ രംഗം എങ്ങനെയായിരുന്നു? ആദ്യകാലത്ത് എന്തായാലും സർവതന്ത്ര സ്വതന്ത്രം, നിങ്ങൾക്ക് ഇഷ്ടം പോലെ യാത്ര ചെയ്യാം. വളരെ ചിലവ് കുറഞ്ഞ ഒരു സിറ്റിയും കൂടിയായിരുന്നു ഡൽഹി. 75 പൈസയാണെങ്കിൽ 15 കിലോമീറ്ററോളം ഓട്ടോറിക്ഷയിൽ യാത്ര ചെയ്യാൻ കഴിയുന്നൊരു കാലമാണ്. എൻ്റെ ശമ്പളം തന്നെ വലിയൊന്നുമില്ലായിരുന്നു, 300 രൂപ ഒരു മാസത്തെ ശമ്പളം ആദ്യകാലത്ത്. പക്ഷെ അതുപോലും അതിൽ നിന്ന് പോലും അത്യാവശ്യം മീതി വെക്കാൻ കഴിയുന്ന തരത്തിലായിരുന്നു. ചിലവുകൾ വളരെ കുറവായിരുന്നു. എവിടെ ചെന്നാലും അത് ഇന്നത്തെ പത്രപ്രവർത്തനത്തിനുണ്ടല്ലോ, ഒരു മാധ്യമപ്രവർത്തകർക്കൊരു. ഡൽഹിയിൽ വന്നതിന് ശേഷം ഹിന്ദുസ്ഥാൻ ടൈംസിലാണോ? അല്ല, ഞാൻ
ഓർബിറ്റിലേക്ക് തിരിച്ചു വന്നു. പക്ഷേ ഓർബിറ്റ് അധികം വൈകാണ്ട് തന്നെ അത് ഫോൾഡ് നിർത്തി. ഉടനെ തന്നെ ഞാൻ ഇന്ത്യൻ എക്സ്പ്രസ്സിൽ ചേർന്നു സബ് എഡിറ്ററായിട്ട്. എനിക്ക് ഹിന്ദി അറിയില്ലാതിരുന്നായിരുന്നു റിപ്പോർട്ടർ ആവാൻ കഴിയാതിരുന്നതിൻ്റെ ഒരു പ്രധാന കാരണം. അവർക്ക് റിപ്പോർട്ടർ ആവുന്നതിനും അവർക്ക് വിരോധമില്ല, പക്ഷേ എനിക്ക് ഹിന്ദി തീരെ അറിയില്ലായിരുന്നു. സ്കൂളിൽ പഠിക്കുമ്പോൾ ഹിന്ദി തീരെ പഠിക്കാതിരുന്നു എന്നുള്ളതിൻ്റെ ഗതികേട്. അപ്പോൾ സബ് എഡിറ്റർ എന്ന നിലയിൽ ഞാൻ പെട്ടെന്ന് എനിക്കൊരു 6 മാസത്തിനുള്ളിൽ തന്നെ അവിടുത്തെ സിറ്റി പേജിൻ്റെ ചാർജ് തന്നു. സിറ്റി എഡിറ്റർ എന്നായിരുന്നു അന്നൊക്കെ അറിയപ്പെട്ടിരുന്നത്. ഇന്ത്യൻ എക്സ്പ്രസ്സിന് ശേഷം ഇന്ത്യൻ എക്സ്പ്രസ്സിൽ 3 വർഷം കഴിഞ്ഞപ്പോൾ ഹിന്ദുസ്ഥാൻ ടൈംസിലേക്ക് മാറി. 3 വർഷം തികച്ചില്ല, അതിന് മുമ്പ് ഹിന്ദുസ്ഥാൻ ടൈംസിലേക്ക് മാറി. ഹിന്ദുസ്ഥാൻ ടൈംസിൽ അക്കാലത്ത് വലിയ എമൗണ്ട് ബോണസ് കൊടുക്കുന്ന ഒരു ആണ്. ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ ഗോയങ്ക പേയ്മെൻറ്റ് കാര്യത്തിൽ വളരെ സ്റ്റിഞ്ചി. അതുകൊണ്ട് ഹിന്ദുസ്ഥാൻ ടൈംസിലേക്ക് മാറുക എന്നുള്ളത് സാമ്പത്തിക നേട്ടമായിരുന്നു പ്രധാനം. പക്ഷേ ജേർണലിസം ഹിന്ദുസ്ഥാൻ ടൈംസിലും അന്ന് വളരെ ആകർഷണീയമായിരുന്നു. കാരണം BG വർഗീസ് എഡിറ്ററായിരുന്ന കാലമായിരുന്നു. അത് വലിയ ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം തുടങ്ങി. അപ്പോൾ ആ കൂടെ ജോലി ചെയ്യുക എന്നുള്ളത് ഒരു വലിയ ത്രില്ലും കൂടിയായിരുന്നു. അതിന് പുറമെ സാമ്പത്തികമായ നേട്ടം കൂടി ഉള്ളതുകൊണ്ട് ഹിന്ദുസ്ഥാൻ ടൈംസിലേക്ക് മാറുകയായത്. BG വർഗീസ് ആ സമയത്ത് അവിടെ എന്ത് പോസ്റ്റിലായിരുന്നു? ആ ഒരു അദ്ദേഹത്തോടൊപ്പമുള്ള ഒരു അനുഭവം എന്താണ്? BG വർഗീസ് അദ്ദേഹത്തോടുള്ള അനുഭവം എന്നാൽ അദ്ദേഹം അധികം സംസാരിക്കില്ല, പക്ഷേ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കും. അദ്ദേഹം നേരം വെളുത്ത് 6 മണി ആകുമ്പോഴേക്ക് തന്നെ ഹിന്ദുസ്ഥാൻ ടൈംസ് പത്രം അരിച്ചു പെറുക്കി എല്ലാ തെറ്റുകളും മാർക്ക് ചെയ്ത് ആയിരിക്കും ഓഫീസിലേക്ക് വരും. 8 മണി ആകുമ്പോഴേക്കും ഓഫീസിൽ വരും. അത്രമാത്രം ഹാർഡ് വർക്കിംഗ് ആയിരുന്നു എന്നുള്ളതാണ്. ഈ ഹിന്ദുസ്ഥാൻ ടൈംസിനെ ഹിന്ദുസ്ഥാനി ടൈംസ് എന്ന് പറയാറുണ്ടായിരുന്നു. ഇംഗ്ലീഷിൻ്റെ നിലവാരം അത് മാറ്റി എടുത്തത് BG വർഗീസിൻ്റെ ഒരു സംഭാവനയാണ്. ഇംഗ്ലീഷ് ഇന്ത്യൻസിന് ഉള്ളൊരു പ്രശ്നമുണ്ട്. ഇംഗ്ലീഷിൽ ഡെഫിനറ്റ് ആർട്ടിക്കിൾ ഉപയോഗിക്കാൻ അറിയില്ല. എന്ന 3 അക്ഷരം ഉപയോഗിക്കാൻ അറിയില്ല. കാരണം നമ്മുടെ ഭാഷകളിൽ അങ്ങനത്തെ ഒരു പ്രയോഗമില്ലാത്തതുകൊണ്ട് ഇത് മുഴുവൻ മാർക്ക് ചെയ്ത് വാസ്തവത്തിൽ ശരിക്കും ഇംഗ്ലീഷ് എഴുതേണ്ടതെന്ന് പഠിപ്പിക്കുന്നതിൽ BG വർഗീസിനൊരു പങ്കുണ്ട്. നമ്മൾ എഴുതുമ്പോൾ ആർട്ടിക്കിൾ എഴുതാണ്ട് വിട്ടുപോവുക സ്വാഭാവികമാണ്, ഓർമ്മിക്കുകയില്ല. അദ്ദേഹം പ്രത്യേകം ശ്രദ്ധയെടുത്ത് അതാണ് ഇംഗ്ലീഷിനെ ഇംഗ്ലീഷ് ആക്കുന്നത് എന്ന് പറഞ്ഞു. പിന്നെ എന്തും എഴുതിക്കൊണ്ട് ചെന്നാൽ അതിനൊരു അർഹമായ പരിഗണന വാല്യുവേഷൻ അദ്ദേഹം കൊടുക്കുക. അദ്ദേഹം ഒരു പലതരം കോളംസ് കൊടുത്തിട്ട് നിങ്ങളുടെ സബ് എഡിറ്റർ എന്ന നിലയിൽ ആണ് ഞാൻ സീനിയർ സബ് എഡിറ്ററായിട്ടാണ് ഹിന്ദുസ്ഥാൻ ടൈംസിലേക്ക് പോകുന്നത്. എഡിറ്റോറിയൽ പേജിലേക്കുള്ള സാധനങ്ങൾ എഴുതിക്കൊണ്ട് ചെല്ലുകയാണെങ്കിൽ സന്തോഷപൂർവ്വം കൊടുക്കും, അതിനൊക്കെ പ്രതിഫലവും കൊടുക്കും. കോളം പ്രതിഫലവും കൊടുത്തിരുന്നു. അതൊന്നും ഇന്ത്യൻ എക്സ്പ്രസ്സിൽ ഉണ്ടാവില്ല. അപ്പോൾ അതൊക്കെ ശമ്പളത്തിന് പുറമെ എന്തും ഏത് മാഗസീനിലേക്കായാലും സൺഡേ മാഗസീനിലേക്കായാലും എഡിറ്റോറിയൽ പേജിലുള്ള കോൺട്രിബ്യൂഷൻ ആയാലും സബ് എഡിറ്റേഴ്സ് റൈറ്റിംഗ് കോൺട്രിബ്യൂഷൻ ആവശ്യമില്ല എന്നാണ് വകുപ്പ്. അപ്പം റൈറ്റിംഗ് കോൺട്രിബ്യൂഷൻ കൊടുക്കുമ്പോൾ അതിന് പേയ്മെൻറ്റ് എക്സ്ട്രാ കൊടുക്കുമായിരുന്നു. പിന്നെ കൊല്ലത്തിൽ അദ്ദേഹം നല്ല പെർഫോമൻസിന് ഇൻസെൻറ്റീവ് ഇൻക്രിമെൻസും അത് BG വർഗീസിൻ്റെ കാലത്ത് വളരെ ശക്തമായി നടപ്പാക്കിയിരുന്നു. അപ്പം പൊതുവെ പ്രൊഫഷണലിസത്തിന് വളരെയധികം പ്രോത്സാഹനം ആയിരുന്നു അദ്ദേഹത്തിൻ്റെ കാലത്തുണ്ടായിരുന്നു. അതിന് പുറമെയാണ് ഈ ബിർളയുടെ മാനേജ്മെൻറ്റിൻ്റെ ഇൻ്റർഫിയറൻസിനെ ചെറുക്കുന്ന ഐതിഹാസികമായ ഒരു സമരം നടക്കുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ ആ നീക്കങ്ങൾ, അതായത് ബിർളയുടെയാണ് ഹിന്ദുസ്ഥാൻ ടൈംസ്. ബിർള തന്നെ അത് ഒരു ബിസിനസ്സുകാരൻ എന്ന നിലയിൽ തട്ടിയെടുത്തതാണ് ഹിന്ദുസ്ഥാൻ ടൈംസിൻ്റെ ഉടമസ്ഥാനം. അതായത് സർദാർ KM പണിക്കറും ലാലാ ലജ്പത് റായിയും കൂടി സ്ഥാപിച്ച ഒരു പത്രമാണ്. സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി സ്ഥാപിച്ച പത്രമാണ്.
അന്ന് സാമ്പത്തിക ബുദ്ധിമുട്ടന്ന് സ്വാഭാവികമാണ്. അപ്പോൾ പലരിൽ നിന്നും കടം വാങ്ങി കോൺട്രിബ്യൂഷൻസ് വാങ്ങിയിട്ടാണ് അന്ന് പത്രം ഇറക്കിയിരുന്നത്. ഇപ്പോൾ കേരളത്തിൽ മാതൃഭൂമിയുടെ ചരിത്രം അതേപോലെ കേട്ടിട്ടുണ്ടാവും. ഇതിൽ ബിർള, ഘൻശ്യാം ദാസ് ബിർള, GD ബിർള, ഈ ബിർള കൊടുത്തിരുന്ന കോൺട്രിബ്യൂഷൻസിന് അദ്ദേഹം കണക്ക് വെച്ചു, ബാക്കിയുള്ളവർ കണക്ക് വെച്ചില്ല. അപ്പം നോക്കുമ്പോൾ സബ്സ്റ്റാൻഷ്യൽ കോൺട്രിബ്യൂഷൻ ബിർളയ്ക്ക് മാത്രമാണ്. അവസാനം അതിൻ്റെ ഓണർഷിപ്പ് ബിർളകൾ ഏറ്റെടുക്കുകയാണ്. BG വർഗീസ് ഇതിനെ ഒരു ട്രസ്റ്റാക്കി മാറ്റിയെടുക്കാൻ ശ്രമിച്ചു. എഡിറ്റോറിയൽ സ്വാതന്ത്ര്യം കൂടുതലുള്ള, അതായത് മുതലാളിയുടെ പണത്തിൻ്റെ സ്വാധീനം കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം. ആ ശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് സ്ട്രഗിൾ ഉണ്ടായി BG വർഗീസിനെ പറഞ്ഞു വിടുന്ന ഘട്ടത്തിലേക്ക് എത്തി. അപ്പോൾ ഈ പറഞ്ഞു വിടുന്ന ഘട്ടത്തിലെത്തുന്ന ഇന്ദിരാഗാന്ധിയായിട്ട് ഹിന്ദുസ്ഥാൻ ടൈംസിൻ്റെ എഡിറ്റോറിയൽ പോളിസി കോൺഫ്ലിക്റ്റിൽ വരുന്നതുകൊണ്ടാണ്. BG വർഗീസ് ഇന്ദിരാഗാന്ധിയുടെ പ്രസ് സെക്രട്ടറി ആയിരുന്നു. ഈ പ്രസ് സെക്രട്ടറിയെ ഹിന്ദുസ്ഥാൻ ടൈംസിൽ കിട്ടിയാൽ ഇന്ദിരാഗാന്ധിയോട് കൂടുതൽ സ്വാധീനം കിട്ടും എന്നുള്ള ധാരണയിലോട്ടായിരിക്കും അവർ പക്ഷേ ബിർള BG വർഗീസിനെ എഡിറ്റർ ഇൻ ചീഫ് ആകുന്നത്. അല്ലെങ്കിൽ തന്നെ BG വർഗീസ് തൻ്റെ പ്രാഗൽഭ്യം തെളിയിച്ചിരുന്നത് ടൈംസ് ഓഫ് ഇന്ത്യയിലായിരുന്നു അദ്ദേഹം അസിസ്റ്റൻ്റ് എഡിറ്ററായിട്ട്. അപ്പോൾ ഈ പുതിയ തലമുറയിലെ പത്രപ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം BG വർഗീസിനോടൊപ്പം പ്രവർത്തിച്ച ഒരാളെന്ന് പറയുമ്പോൾ വളരെയധികം ആരാധനയോടുകൂടി അങ്ങനെ ഒരു അവസരം ലഭിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ വളരെ ഒരു നല്ലൊരു ഒരു നേട്ടമായിട്ട്, അച്ചീവ്മെൻ്റായിട്ട് കാണുകയാണ്. അതുപോലെ തന്നെ ന്യൂയോർക്കിലുണ്ടായിരുന്ന സമയത്ത് UN സെക്രട്ടറി ജനറലിനൊക്കെ ഇൻ്റർവ്യൂ ചെയ്തു. ഡൽഹിയിലെ പത്രപ്രവർത്തന രംഗത്തും പ്രമുഖരെ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. ഒരു MS സ്വാമിനാഥനും സ്വാമിനാഥൻ എൻ്റെ പ്രൊഫഷണൽ ജീവിതത്തിൽ ഓർബിറ്റ് വീക്കിലി ചേർന്നിട്ട് ആദ്യത്തെ ഇൻ്റർവ്യൂ ഡോക്ടർ MS സ്വാമിനാഥനായിട്ടാണ്. അദ്ദേഹം ആ കാലത്തായിരുന്നു ഇന്ത്യൻ അഗ്രികൾച്ചർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഡയറക്ടറായി നിയമിതനാവുന്നത് 65-ലോ 66-ൽ. ആ ഉടനെയാണ് അതുകൊണ്ട് ഒരു ഇൻ്റർവ്യൂ അദ്ദേഹം വളരെ ഒരു ട്രെയിനിയോ അല്ലെങ്കിൽ ഒരു നോവിസായ എന്നെ വളരെ സഹായിച്ചാണ് ഇൻ്റർവ്യൂ ചെയ്തത്. ക്വസ്റ്റ്യൻസ് ചോദിക്കേണ്ട ആവശ്യം തന്നെ അധികം വന്നില്ല എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ നല്ല ആർട്ടിക്കുലേറ്റ് ആണ്, അതിന് നല്ല ഒഴുക്കാണ്, ഐഡിയാസ് നല്ല ഫ്ലോ ആയിട്ട് വരും. ഒരു ചോദ്യം ചോദിച്ചു വിട്ടുന്ന അതിൽ നിന്ന് അത് തുടർന്ന് വാസ്തവത്തിൽ അത് റെക്കോർഡ് ചെയ്ത് എഴുതുകയാണെങ്കിൽ തന്നെ വലിയൊരു ലേഖനമായി മാറുന്നു. അത്ര അടുക്കും ചിട്ടി അദ്ദേഹത്തിൻ്റെ സംഭാഷണത്തിനുണ്ട്. ഞാൻ റെക്കോർഡറൊന്നും കൊണ്ടുവരുന്നില്ല, എല്ലാം ചെറിയ നോട്ട് പുസ്തകം കൊണ്ടായിരുന്നു പോയത്. പോലും അത് നല്ലവണ്ണം അച്ചടിച്ചു വന്നു. അതോടുകൂടിയാണ് എൻ്റെ മുന്നോട്ടുള്ള ഭാഗം തെളിഞ്ഞതെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നീട് അതേപോലെ നിരാജ് സി ചൗധരിക്ക് ആ കാലത്ത് ബ്രിട്ടനിൽ നിന്നുള്ള ഒരു അവാർഡ് കിട്ടിയിരുന്നു, മക്ഡഫ് അവാർഡ് എന്ന് പറയുന്ന അന്നത്തെ സാഹിത്യ മേഖലയിലെ ഒരു വലിയ അവാർഡായിരുന്നു. പിന്നീടാണ് മാൻ ബുക്കർ പ്രൈസൊക്കെ വന്നത്. അന്നത്തെ ഒരു വലിയ അവാർഡായിരുന്നു നിരാജ് സി ചൗധരിക്ക് മക്ഡഫ് അവാർഡ്. ഇത് അദ്ദേഹത്തിൻ്റെ കോണ്ടിനെൻ്റ് ഓഫ് സെർസി എന്ന് പറയുന്ന പുസ്തകത്തിനാണ്. അദ്ദേഹം ഒരു ആംഗ്ലോ ഫൈൽ, ബ്രിട്ടീഷുകാരാണ് ഏറ്റവും മാന്യന്മാരായ മനുഷ്യരെന്നോ ബ്രിട്ടീഷ് ഭരണം ഇന്ത്യക്ക് നഷ്ടപ്പെട്ടത് വേണ്ടിയിരുന്നില്ലെന്നൊക്കെ വിശ്വസിക്കുന്ന ഒരു ആംഗ്ലോ ഫൈലായിരുന്നു. ഇന്ത്യൻ അവസ്ഥയെ അദ്ദേഹം നല്ലവണ്ണം വിമർശിക്കുകയും പരിഹസിക്കുകയും ചെയ്തുകൊണ്ട് എഴുതിയിരുന്നതാണ്. അദ്ദേഹത്തിൻ്റെ ഈ പുസ്തകം വായിക്കാൻ വളരെ ആകർഷണീയമായ ഒരു പുസ്തകമാണത്. നല്ലവണ്ണം എന്നെ സ്വാധീനിച്ചൊരു പുസ്തകം കൂടിയാണ്. ഇത് വായിച്ചു ഇരുന്നപ്പോഴാണ് ഇദ്ദേഹത്തിന് ഈ അവാർഡ് കിട്ടുന്നത്. ഉടനെ തന്നെ വിളിച്ചു. അദ്ദേഹം ഒരു
വേഗത്തിൽ ഇൻ്റർവ്യൂ തന്നു. ആ കാലത്ത് പത്രങ്ങൾ ഒരു പക്ഷേ കുറവായതുകൊണ്ടാവാം, വേഗത്തിൽ ഇൻ്റർവ്യൂ തന്നു. ആ വളരെ വിശദമായ ഇൻ്റർവ്യൂ നല്ലവണ്ണം വന്നു. ഇതും പ്രൊഫഷണൽ മേഖലയിൽ എനിക്ക് ഒരു പുതിയ ഒരാൾക്ക് ഇത്രയും കഴിഞ്ഞല്ലോ എന്നുള്ള ഒരു അംഗീകാരം ചുറ്റുപാടുണ്ടായിട്ടുണ്ട്. അത്രയൊക്കെ ഉള്ളൂ. ഈ പത്രപ്രവർത്തനത്തിൻ്റെ തുടക്കകാലത്തായിരുന്നല്ലോ ഈ ഇൻ്റർവ്യൂകൾ നടന്നത്. ഈ ഒരു തുടക്കക്കാരൻ എന്നുള്ള നിലയിൽ ഈ ഇത്രയും വലിയ പ്രതിഭകളെ ഇൻ്റർവ്യൂ ചെയ്യാൻ പോകുമ്പോൾ അതിന് തയ്യാറെടുപ്പ് എങ്ങനെയായിരുന്നു? അതിൻ്റെ അഗ്രികൾച്ചർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ MS സ്വാമിനാഥനെ ഇൻ്റർവ്യൂ ചെയ്യാൻ പോകുമ്പോൾ എൻ്റെ കാർഷിക മേഖലയിലുള്ള അനുഭവങ്ങളല്ലാതെ എനിക്കൊന്നും ഉണ്ടായിരുന്നില്ല. അതാണ് ഞാൻ പറഞ്ഞത്. അദ്ദേഹം തന്നെ വളരെ ആർട്ടിക്കുലേറ്റാണ്. എനിക്ക് എന്നെ അത് വാസ്തവത്തിൽ ഒരു ധൈര്യം തന്നു. ചോദ്യം ചോദിക്കുന്നത് വളരെ കുറഞ്ഞ ചോദ്യങ്ങൾ, അദ്ദേഹം പറയുന്നതിൽ നിന്ന് തന്നെ ചോദ്യങ്ങൾ കിട്ടിക്കൊണ്ടിരുന്നു എന്നുള്ള ഒരു ഗുണമുണ്ട്. നേരെ മറിച്ച് നിരാശി ചൗധരിയെ കാണുമ്പം ഞാൻ അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് കുറേ ചോദ്യങ്ങൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അതിനെപ്പറ്റി അത് എളുപ്പത്തിൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള ചോദ്യം. അതുപോലെ തന്നെ ഡൽഹിയിലുള്ള സമയത്ത് ഈ അടിയന്തരാവസ്ഥയുടെ നാളുകളിൽ നാഷണൽ യൂണിയൻ ഓഫ് ജേർണലിസ്റ്റിൻ്റെ മുഖപത്രമായ ഇങ്ക് വേൾഡിൽ അടിയന്തരാവസ്ഥക്കെതിരെ ഒരു മൂവ്മെൻറ്റ് തുടക്കം കുറിച്ചൊരു അതിൽ ലേഖനങ്ങൾ എഴുതിയ ഒരു അനുഭവം ഉണ്ടല്ലോ. അത് സംബന്ധിച്ച് ലേഖനങ്ങൾ എഴുതുന്നതിനേക്കാൾ കൂടുതൽ ഈ സെൻസർഷിപ്പിനെതിരായിട്ട് പല കാര്യങ്ങളും സെൻസേഴ്സിന് സെൻസർ ചെയ്യാൻ കഴിയാത്ത രീതിയിൽ ഇതിൽ അച്ചടിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഉദാഹരണത്തിന് സമാചാർ എന്ന ഒരു ന്യൂസ് ഏജൻസികളെ മെർജ് ചെയ്ത് സമാചാർ ഉണ്ടാക്കിയല്ലോ. ആ കാലത്തായിരുന്നു, ഈ അടിയന്തരാവസ്ഥ കാലത്തായിരുന്നു. ഈ സമാചാറിൻ്റെ മെർജറിൻ്റെ ചരിത്രം ഞാൻ തയ്യാറാക്കി ഇതിൽ അച്ചടിച്ചു. അത് വന്നതും അന്നത്തെ യൂനസ് സലീം എന്ന ഇന്ദിരാഗാന്ധിയുടെ ഒരു വലിയ സഹായമായിരുന്നു. യൂനസ് സലീമിന് അത് മുഖത്തടിച്ചതുപോലെ തോന്നി എന്നുള്ളതാണ്. അതോടെ ഇങ്ക് വേൾഡിനെ കൂടുതൽ ശ്രദ്ധിക്കണം, സെൻസർഷിപ്പ് പിന്നീട് കർശനമാക്കി. അല്ലെങ്കിൽ ഈ സെൻസർഷിപ്പിനെതിരായിട്ട് പല സ്ഥലത്തു നിന്നുള്ള ടാഗോറിൻ്റെ പോലുള്ള ലേഖനങ്ങൾ, സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള ദാഹം, അങ്ങനെയുള്ള ലേഖനങ്ങളും കൊട്ടേഷൻസും ഒക്കെ ചേർത്തുകൊണ്ട് സെൻസർഷിപ്പിനെ റെസിസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ലേഖനങ്ങൾ പിന്നീട് ആ തരത്തിലുള്ള പുതിയത് കണ്ടെത്തി പ്രസിദ്ധീകരിക്കുന്നത് ഈ സമാചാറിനെ എക്സ്പോസ് ചെയ്തുകൊണ്ട്, സമാചാർ മെർജറിനെ എക്സ്പോസ് ചെയ്തുകൊണ്ടുള്ള ഇത് വന്നതോടുകൂടി അത് പിന്നീട് നടക്കാതെ വന്നു. പക്ഷെ അത് പ്രിൻ്റ് ചെയ്താൻ കഴിഞ്ഞു എന്നുള്ളത് എല്ലാവരും വലിയ കാര്യമായി അംഗീകരിക്കുന്നുണ്ട്. അതിന് ഞാനതിൽ ഗ്രാഫിക്സും അത് ഉപയോഗിക്കാൻ കഴിയും. മുതൽ ഏതാണ്ട് 86 വരെ 20 വർഷത്തോളം ഡൽഹിയിലാണ് ജേർണലിസം പത്രപ്രവർത്തന രംഗമുണ്ടായിരുന്നത്. അന്നത്തെ പത്രപ്രവർത്തനവും ഇന്നത്തെ ഡൽഹി ജേർണലിസവും തമ്മിൽ എന്തെങ്കിലും മാറ്റങ്ങളുള്ളതായിട്ട് തോന്നുന്നുണ്ടോ? അവിടുത്തെ ഇന്ദ്രപ്രസ്ഥത്തിലെ പത്രപ്രവർത്തനത്തിൽ എന്തെങ്കിലും മാറ്റമുള്ളതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ? അല്ലെങ്കിൽ അതിൽ ഗുണപരമാണോ? അല്ലെങ്കിൽ ഇത് സംബന്ധിച്ച് കേരളത്തിലാണെങ്കിലും ഒരു ഓൺലുക്കർ എന്നുള്ള നിലയിൽ എന്താണ് പറയാനുള്ളത്? വലിയ മാറ്റം ഉണ്ട്. അത് അടിയന്തരാവസ്ഥയോടുകൂടി ജേർണലിസം തന്നെ, ഡൽഹിയിലത്തെ ജേർണലിസം തകിടം മറിഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുവരെ ഉണ്ടായിരുന്ന പത്രപ്രവർത്തകർ, ജേർണലിസ്റ്റ്, എഡിറ്റർക്ക് ഉണ്ടായിരുന്ന ആ മേൽക്കൈ അടിയന്തരാവസ്ഥയോട് ഇല്ലാതായി, മുതലാളിക്കായി മേൽക്കൈ. അത് ഇന്ദിരാഗാന്ധിയുടെ സംഭാവനയാണ്. അതായത് മുതലാളിമാരിൽ കൂടി പത്രത്തെ നിയന്ത്രിക്കാം എന്ന് മുതലാളിമാരെ പഠിപ്പിച്ചു എന്നുള്ളതാണ് അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ദിരാഗാന്ധി ചെയ്തിട്ടുള്ള. ഇന്ത്യൻ പത്രപ്രവർത്തനത്തിന് ഏറ്റവും വലിയ ദോഷം ചെയ്തത് ഇന്ദിരാഗാന്ധിയാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. പത്രത്തിൻ്റെ നിയന്ത്രണം പൂർണ്ണമായി ഉടമകളിലേക്ക് എത്തി. എഡിറ്റർക്ക് തീരെ സ്വാതന്ത്ര്യം ഇല്ലാണ്ടായി. ഹിന്ദുസ്ഥാൻ ടൈംസിൽ
എഡിറ്റർ പറയുന്നതായിരുന്നു അവസാന വാക്ക്. ഞങ്ങൾ പറയുന്നതിനപ്പുറം ഒരു, അപ്പം എഡിറ്റർ എന്ന് പറയുമ്പം ലാസ്റ്റിലുള്ള ചീഫ് സബ് എഡിറ്റർ വരെ അത് ഒരു എല്ലാവരും അംഗീകരിച്ചിരുന്നു. അത് മാറി അവിടെ മാനേജറുടെ നിർദ്ദേശം കിട്ടാൻ വേണ്ടി കാത്തു നിൽക്കുന്ന അവസ്ഥ പ്രസ്സിലുണ്ടായി. പ്രസ്സിൽ കൂടിയാണല്ലോ, അതായത് പ്രിൻറ്റിങ് പ്രസ്ഥാനം കമ്പോസിങ്ങിലും ലേഔട്ടിലും പ്രസ്സിലുമാണല്ലോ ഇതിൻ്റെ അവസാനം എത്തിപ്പെടുന്നത്. അവിടെ അത് നടന്നില്ലെങ്കിൽ പുറത്തേക്ക് വരില്ല പത്രം. അവർ നേരിട്ട് നിർദ്ദേശങ്ങൾ പ്രസ്സിലേക്ക് കൊടുക്കാൻ തുടങ്ങിയ ഒരവസ്ഥ വന്നു. അത് വാസ്തവത്തിൽ അതോടെ എനിക്ക് ഡൽഹിയിലത്തെ ജേർണലിസം ചെകിടിച്ചു, തീരെ അസഹനീയമായി തോന്നി വാസ്തവത്തിൽ. അതുകൊണ്ടാണ് അധികം താമസിയാതെ 77 ഓഫ് കോഴ്സ് കുറച്ച് മാറ്റം വന്നെങ്കിലും പിന്നീട് വന്ന ആൾക്കാർ, എഡിറ്ററായിട്ട് വരുന്ന ആൾക്കാരും വ്യത്യാസപ്പെട്ടു. BG വർഗീസ് പുറത്തുപോയി. BG വർഗീസിന് പകരം വന്ന, പേര് പറയാതിരിക്കുക നല്ലത്, അദ്ദേഹം എൻ്റെ കസേര രക്ഷിക്കണേ, എൻ്റെ കസേര രക്ഷിക്കണേ എന്നിങ്ങനെ വന്ന് പറഞ്ഞുകൊണ്ടിരുന്നൊരവസ്ഥയായിരുന്നു. അത് കേൾക്കുമ്പോഴുണ്ടാകുന്ന അസ്വസ്ഥത പറഞ്ഞറിയിക്കാൻ കഴിയില്ലായിരുന്നു. അത് തുടർന്നു. അതിന് ശേഷം ഖുഷ്വന്ത് സിംഗ് വന്നു. ഖുഷ്വന്ത് സിംഗ് ആയിരുന്നു പിന്നീട് എഡിറ്റർ ചീഫായിട്ട് വന്നത്. അദ്ദേഹത്തിൻ്റെ ജേർണലിസം ഒരു പിന്നെ PG വർഗീസിൻ്റെ ജേർണലിസമായിട്ട് യാതൊരു തരത്തിലുള്ള താരതമ്യം ചെയ്യാൻ കഴിയില്ല. അദ്ദേഹം എല്ലാം ഒരു ഒരു പഞ്ചാബി ഒരു സബ് ചലേഗ, എന്തു ആവട്ടെ എന്നുള്ളൊരു സമീപനം ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു കുറച്ച് വിട്ടുവീഴ്ചകൾ ചെയ്തിരുന്നെങ്കിൽ ഖുഷ്വന്ത് സിംഗിനെ പോലെ അല്ലെങ്കിൽ BG വർഗീസിനെ പോലെ ദേശീയ തലത്തിൽ തന്നെ തലയെടുപ്പുള്ള ഒരു പത്രപ്രവർത്തകനായിട്ട് കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തേണ്ട ഒരാളായിരുന്നു. അവിടെ നിന്ന് ഈ വിട്ടുവീഴ്ച ചെയ്യാനുള്ള മടി കൊണ്ടാണോ 87-ൽ കേരളത്തിലേക്ക് പറിച്ചത്? എന്താണ് ഒരു അങ്ങനെ അതൊരു ഫാക്ടറാണ്. അതായത് എഡിറ്ററുടെ നിർദ്ദേശം ഒരു സ്വതന്ത്ര, ഞാൻ ചീഫ് സബ് എഡിറ്റർ എന്നുള്ള പദവിയിലാണ് വരുന്നത്. പത്രം ഇറക്കുമ്പം അതുവരെ ഇല്ലായിരുന്ന കാര്യങ്ങളാണ്. ഒന്നാം പേജിൽ ഇന്നത് കൊടുക്കരുത് എന്ന് പറയുന്നത്. ഒന്നാം പേജിൽ അർഹമായിട്ടുള്ളത് കൊടുത്ത് നമ്മൾ ശീലിച്ചിരുന്നതാണ്. അത് ചിലത് കൊടുക്കരുത് എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഇതുണ്ടല്ലോ, അത് നമ്മുടെ അത് എഡിറ്ററുടെ പ്രൈവസി ആണെങ്കിലും, പക്ഷേ അത് മാനേജ്മെൻ്റ് ആയിരുന്നു പലപ്പോഴും അത് തീരുമാനിച്ചിരുന്നു എന്നുള്ളത് വരുമ്പോൾ നമുക്കുണ്ടാകുന്ന ആ പ്രൊഫഷണൽ പ്രൈഡ് ഉണ്ടല്ലോ, അത് ആയിരുന്നു ഒരു ഫാക്ടർ. പിന്നെ അന്ന് സാമ്പത്തികം എന്ന് പറയുന്നത്, എൻ്റെ കുടുംബവും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. സാമ്പത്തികം ഈ പത്രപ്രവർത്തനത്തിൽ അതായത് വേജ് ബോർഡും അതിൻ്റെ ഒരു പരിമിതികളുണ്ടല്ലോ, അത് മാറി മറിഞ്ഞത് ഞാൻ ഡൽഹി വിട്ടതിന് ശേഷമാണ്. പിന്നീടാണ് റിലയൻസ് ഒബ്സർവർ പത്രമൊക്കെ ആയിട്ട് വരികയും ഈ കോൺട്രാക്റ്റ് ജേർണലിസം വലിയ സംഖ്യ കൊടുത്ത് പത്രപ്രവർത്തകരെ വാടകയ്ക്കെടുക്കുന്ന ആ രീതിയൊക്കെ വന്നത് ഞാൻ ഡൽഹി വിട്ടതിന് ശേഷമാണ്. അതൊക്കെ അന്ന് അപ്പോൾ സാമ്പത്തികം, ഞാൻ വാസ്തവത്തിൽ ഇത്ര ബോറും പണി ഡൽഹിയിൽ എന്തിനാണ് ചെയ്യുന്നത്, നമ്മുടെ നാട്ടിൽ വന്ന് കൃഷി ചെയ്യാം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വാസ്തവത്തിൽ ഡൽഹി രാജിവെക്കുന്നത്. ഇവിടെ എത്തിയപ്പോൾ നാടും കുറേ ഏറെ മാറിയിരുന്നെന്ന് വരികയും അത് മനസ്സിലായപ്പോഴുള്ള ഒരു ചെറിയ ശങ്ക ഉണ്ടായിരുന്നു. എങ്കിലും ആ സമയത്ത് പക്ഷേ കേരള കൗമുദി കോഴിക്കോട് എഡിഷൻ തുടങ്ങാൻ നേതൃത്വം കൊടുക്കുന്ന ഒരാൾ നോക്കിയിരിക്കുന്ന സമയം ആണെന്ന് അറിഞ്ഞു. സൂട്ടബിൾ ആണെന്ന് കണ്ടതുകൊണ്ടും അവരുടെ ടെക്നോളജി കേരളത്തിൽ മലയാളം ജേർണലിസത്തിൽ ഓഫ്സെറ്റ് പ്രിൻറ്റിങ് കേരള കൗമുദിയാണ് ആദ്യം ചെയ്യുന്നത്. അതും കോഴിക്കോട് എഡിഷൻ ഫോട്ടോ കമ്പോസിങ്ങും ഒക്കെ ചെയ്യുന്നത് ആണ്. അത്യാവശ്യം അതിനെപ്പറ്റി എനിക്ക് ഡൽഹിയിൽ വെച്ച് തന്നെ പരിചയമുണ്ടായിരുന്നു. ഞാൻ ഹിന്ദുസ്ഥാൻ ടൈംസിൽ ജോലി എടുക്കുമ്പം ഫോട്ടോ കമ്പോസിംഗ് ഒന്നും അവിടെ വന്നിട്ടില്ല. ലൈനോ ടൈപ്പും ഓഫ്സെറ്റ് പ്രിൻറ്റിങ് ഒന്ന് മാത്രമേ ഉള്ളൂ. ലൈനോ ടൈപ്പും പിന്നെ ഓഫ്സെറ്റ് പ്രിൻറ്റിങ് അല്ല, റോട്ടറി പ്രിൻറ്റിങ് ആയിരുന്നു.
പക്ഷേ ഞാൻ ഡൽഹി റെക്കോർഡർ എന്ന് പറയുന്ന ഒരു മന്ത്ലിക്കും കൊറിയൻ ന്യൂസ് എന്ന് പറയുന്ന ഒരു മന്ത്ലി, കൊറിയൻ എംബസിയുടെ ഒരു പ്രസിദ്ധീകരണം ഉണ്ടായിരുന്നു. ഇത് രണ്ടിൻ്റെയും പ്രൊഡക്ഷൻ ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നു എൻ്റെ ഒഴിവ് സമയത്ത്. ഇത് രണ്ടും തോംസൺ പ്രസ്സിലാണ്. ഇന്ത്യയിലെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പ്രസ്സായിരുന്നു തോംസൺ പ്രസ് ഇന്ത്യ എന്ന് പറയുന്നത്. അത് ഫോട്ടോ കമ്പോസിങ് അങ്ങനെയുള്ള പുതിയ സങ്കേതമായിട്ട് അങ്ങനെ എനിക്കൊരു പരിചയം ഉണ്ടായി. ആ പരിചയം കേരളമോദിക്ക് ഇവിടെ ഗുണം ചെയ്യും എന്നുള്ള അവരും കണ്ടു. അത് പരീക്ഷിക്കാമല്ലോ. മലയാളം ജേർണലിസം എനിക്ക് പെട്ടെന്ന് എഴുതാൻ ഒരു 10-17 വർഷം കൈകാര്യം ചെയ്യാതിരുന്നതുകൊണ്ട് എനിക്കൊരു ശങ്കയുണ്ടായിരുന്നു. ആ ശങ്ക കുറേ കാലം കൊണ്ടാണത് മാറി കിട്ടിയത്. ഏതായാലും പത്രം ഇതിലേക്ക് ഇങ്ങ് ചാടി വരുത്താം. നാട്ടിലൊരു ജേർണലിസം നോക്കാം. പക്ഷെ അത് ഡൽഹിയിലത്തെ ജേർണലിസവും കേരളത്തിലെ ജേർണലിസവും വളരെ വ്യത്യസ്തമാണെന്നുള്ളത് ഇത് കേരളമോദിയിൽ എത്തിയതോടെ മനസ്സിലായി. ഡൽഹി പ്രൊവിഷൻ ഡൽഹിയിലൊരു ഇംപേഴ്സണലാണ്. മനുഷ്യരുമായിട്ടുള്ള അടുപ്പം വളരെ കുറവാണ്. കുറേ ഹ്യൂമൻ ഇൻട്രസ്റ്റ് ഫീച്ചേഴ്സൊക്കെ ഉണ്ടായിരുന്നു വരാം. പൊളിറ്റിക്സ് ആയിരുന്നു മുഴുവൻ ഇംഗ്ലീഷ് ജേർണലിസത്തിൽ. നേരെമറിച്ച് കേരളത്തിലെത്തി കഴിയുമ്പം നാട്ടിൻ്റെ സാധാരണ ജനങ്ങളാണ് പത്രത്തിൽ നിറയുന്നത്. അങ്ങനത്തെ ഒരു വ്യത്യാസം വളരെ എനിക്ക് ജോലി ചെയ്യാൻ അത് ഒരു ഉത്സാഹം തോന്നുന്നു എന്നുള്ളത്. പത്രപ്രവർത്തന രംഗത്തൊരു 3-ാം ഘട്ടം കേരളത്തിലെത്തി കേരളമോദിയിലൂടെ തുടരുകയാണ്. അവിടെ നിന്ന് വീണ്ടും ഈ പല പത്രങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുകയുണ്ടായി. ഇതൊന്ന് ആ ഒരു 3-ാം ഘട്ടത്തിനെ കുറിച്ചുള്ള വിവിധ പത്രങ്ങളുടെ ഒരു ചെറിയൊരു വിശദീകരണം. കേരളകൗമുദിക്ക് ശേഷം പിന്നീട് കേരളമോദി ഇതിപ്പം കേരളമോദിയുടെ തന്നെ അവർ മെഷീനറി എല്ലാം സ്ഥാപിച്ച് കുറേ ആൾക്കാരെ റിക്രൂട്ട് ചെയ്ത് ട്രെയിനിങ് ഒക്കെ കൊടുത്ത് ഇരിക്കുന്ന കേട്ടാണ്. അതുകൊണ്ട് എനിക്ക് ആ തരത്തിലുള്ള പ്രശ്നമുണ്ടായിരുന്നില്ല. പിന്നീടുണ്ടായത് പുതിയ ചില പത്രങ്ങളിൽ തുടങ്ങാൻ സഹായിക്കുന്നു എന്നുള്ളതാണ്. ഇതിപ്പം ഡൽഹിയിൽ തന്നെ ഓർബിറ്റ് തുടങ്ങുന്നത് ഞങ്ങളെ കൊണ്ടുകൂടിയാണ്. അതുകൊണ്ട് അതിൻ്റെ തുടക്കം മുതൽ പ്രിൻ്റ് ചെയ്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന കാര്യങ്ങൾ വരെ എന്തായിരുന്നു എന്ന് മനസ്സിലാകുന്നു. കേരളകൗമുദിയിൽ ഇങ്ങനെ ഒരു ഗുണമുണ്ടായിരുന്നു. കേരളകൗമുദി ഈ പണികളെല്ലാം ചെയ്യും. അതിൻ്റെ ഇടക്കാലത്തൊരു കൊല്ലത്തോളം ഞാൻ മാനേജറും കൂടിയായിരുന്നു, റെസിഡൻറ്റ് മാനേജറും കൂടിയായിരുന്നു. അതുകൊണ്ട് അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ലൈൻ സാമ്പത്തിക കാര്യങ്ങളും നോക്കിയിരുന്നതുകൊണ്ട് പത്രം എങ്ങനെ ഇറക്കണം, അതിനെന്തുമാത്രം എന്തെല്ലാം കാര്യങ്ങൾ അന്വേഷിക്കണം എന്നുള്ളതിനെപ്പറ്റി ഒരു ധാരണ ഉണ്ടായിരുന്നതുകൊണ്ട് പിന്നീട് ഇന്ത്യൻ കമ്മ്യൂണിക്കേറ്റർ എന്ന് പറയുന്ന ഒരു ഡെയിലി എറണാകുളത്ത് നിന്ന് ഇംഗ്ലീഷിൽ തുടങ്ങാൻ കൊച്ചിൻ ഡയോസിസ് അന്നത്തെ ബിഷപ്പ് ജോസഫ് കുണ്ടുകുളം ത്തിനൊരു താല്പര്യം. അദ്ദേഹത്തിന് വലിയൊരു ആഗ്രഹമായിരുന്നു ഒരു ഇംഗ്ലീഷ് ദിനപത്രം, കാത്തലിക് ഓൺഡ് ദിനപത്രം എന്നുള്ളത്. പക്ഷേ അതിൻ്റെ സാങ്കേതിക പ്രശ്നങ്ങളോ സാമ്പത്തിക കാര്യങ്ങളോ യാതൊരു ധാരണയില്ലായിരുന്നതുകൊണ്ട് ആ പത്രം 1.5 വർഷം നിന്ന് പൂട്ടിപ്പോവുകയാണിത്. ആ പത്രം ഞാനില്ലാതിരുന്നൊരു ഘട്ടത്തിൽ, ഞാൻ ഒന്ന് കോഴിക്കോട്ട് ഭാരതീയ വിദ്യാഭവനിൽ ഡയറക്ടറായിട്ട് ജേർണലിസം കോഴ്സ് നടത്തുന്ന കാലത്താണ് എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ജേക്കബ് തോമസ് ഈ ഇന്ത്യൻ കമ്മ്യൂണിക്കേറ്റർ എന്ന പത്രത്തിൽ ചീഫ് സബ് എഡിറ്ററായി ചേർന്നിരുന്നു. ആദ്യത്തെ ഒരു ഇഷ്യൂ എങ്ങനെയോ അവർ ഇറക്കിയിട്ട് മദർ തെരേസയെ കൊണ്ട് അത് ഉദ്ഘാടനം ചെയ്യിച്ചു. അതിനുശേഷം പത്രം ഇറങ്ങുന്നില്ല, അടുത്ത ഒരു ഇഷ്യൂ ഇറക്കാൻ കഴിയുന്നില്ല, എന്താണെന്നുള്ള പ്രശ്നം. അങ്ങനെയാണ് ജേക്കബ് എന്നോട് ചോദിച്ചു, സാറ് വരുമോ എറണാകുളത്ത്, ഇങ്ങനെ ഇവർക്ക് ഇത് ഇറക്കാതെ ഇങ്ങനെ നിൽക്കുന്നു. ഞാൻ പോയി നോക്കുമ്പോൾ ഇറക്കാവുന്ന രീതിയിലുള്ള ഒരു പഠനം നടത്തി അതിനുള്ള പശ്ചാത്തലം ഒരുക്കിയിട്ടല്ല ഈ പത്രം
ഇറങ്ങിയതെന്ന് മനസ്സിലായി. അത് ഞാൻ പറഞ്ഞ പല കാര്യങ്ങളും മാറ്റം വരുത്താനും പലതും ചെയ്യാനും ഉണ്ട്. അപ്പോൾ അതെല്ലാം എന്ത് വേണമെങ്കിലും ചെയ്യാം, സൗകര്യം പോലെ ചെയ്യാമെന്ന് പറഞ്ഞ് അങ്ങനെ പത്രം 2 മാസത്തിനുള്ളിൽ പിന്നീട് പത്രം ഇറക്കാൻ കഴിഞ്ഞു. അത് ഒരു കൊല്ലത്തോളം ഓടിച്ചപ്പോഴേക്കും അവർക്ക് സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങൾ, അതായത് പ്ലാനിങ് ഇല്ലാത്തതിൻ്റെയും അതിന് പ്രൊഫഷണലായിട്ട് മറ്റു കാര്യങ്ങൾ ചെയ്യാത്തതിൻ്റെയും പ്രയാസം കൊണ്ട് ആ പത്രം 1.5 വർഷമായപ്പോഴേക്കും സാമ്പത്തിക പ്രശ്നത്തിലും അഡ്മിനിസ്ട്രേറ്റീവ് പ്രശ്നത്തിലുമൊക്കെ മുങ്ങി നിന്നു പോവുകയാണിത്. അതിൻ്റെ ചീഫ് എഡിറ്റർ അന്ന് റിട്ടയർ ചെയ്തിരുന്ന DGP MK ജോസഫ് ആയിരുന്നു. അദ്ദേഹമായിരുന്നു എഡിറ്റർ ഇൻ ചീഫ്. അദ്ദേഹം തിരുവനന്തപുരത്തിരിക്കും ഒരു എഡിറ്റോറിയൽ തരുമെന്നല്ലാണ്ട് പത്രത്തിൻ്റെ മറ്റു കാര്യങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അദ്ദേഹം ധാരാളം വായിക്കുകയും ഒരു സരസമായിട്ട് എഴുതാനും കഴിയുന്ന ഒരാളായതുകൊണ്ട് പിന്നെ അദ്ദേഹത്തിന് നല്ലൊരു ഇമേജ് കേരളത്തിലുണ്ടായിരുന്നു. MK ജോസഫ് സ്പോർട്സ് സംഘടിപ്പിക്കുകയൊക്കെ ചെയ്തുകൊണ്ട് ആ ഇമേജ് ഉപയോഗിച്ച് പത്രം വിൽക്കാൻ കഴിയുമെന്നുള്ളൊരു ധാരണ ഉള്ളതുകൊണ്ടാവാം അവർ എഡിറ്റർ ഇൻ ചീഫാക്കിയത്. പ്രൊഫഷണൽ തലത്തിൽ ജേർണലിസ്റ്റിനെ റിക്രൂട്ട് ചെയ്ത് ട്രെയിൻ ചെയ്ത് പത്രത്തിൻ്റെ കാര്യങ്ങളൊക്കെ അത് പക്ഷേ ഇങ്ങനെ അവർക്കൊരു പ്രൊജക്ട് റിപ്പോർട്ട് പോലും ഇല്ലാതെയായിരുന്നു പത്രം ഇറക്കാൻ അവർ മുതിർന്നത്. പ്രൊജക്ട് റിപ്പോർട്ട് എന്തിനാണ് എന്ന് അതിൻ്റെ സംഘാടകർ ചോദിക്കാനിടയായി. അത്രമാത്രം അത് സർക്കുലേഷൻ എങ്ങനെ നോക്കണം, പ്രൊക്യൂർമെൻറ്റ് ഓഫ് മെഷീനറിയും അതൊന്നും തയ്യാറാക്കാനുണ്ടായിരുന്നു പിന്നെ പോയിരുന്നത്. ആ കൂടി കൊച്ചിൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പ്രിൻറ്റിംഗ് ടെക്നോളജി എന്ന് പറയുന്ന ഒരു ചെറിയ പ്രസ്ഥാനം അവിടെ ഉണ്ടായിരുന്നു. അത് ഏതോ കാലത്തൊരു ഈവനിങ് പത്രം ഇറക്കിയിരുന്നു. അതിൽ നിന്ന് അല്പം ഒന്ന് വളർന്ന് 12 പേജ് അടിക്കാവുന്ന റോട്ടറി പ്രസ് സ്ഥാപിച്ചിട്ട് ഉടനെ പത്രം ഇറക്കാം എന്നുള്ള ധാരണയിലായിരുന്നു അവർ. ഒരു ഇംഗ്ലീഷ് പത്രത്തിൻ്റെ ഒരു പ്രശ്നം മെറ്റീരിയൽ ഒറിജിനൽ ഉണ്ടാക്കാൻ വളരെ പ്രയാസമുണ്ടെന്നുള്ളതാണ്. മലയാള പത്രങ്ങളാണ് എവിടെ നിന്നൊക്കെ ഇംഗ്ലീഷ് പത്രങ്ങളിൽ നിന്നൊക്കെ മോഷ്ടിച്ച് ഭാഷ മാറ്റി ഇടാമല്ലോ. അപ്പം കോപ്പിറൈറ്റിൻ്റെ പ്രശ്നമോ ഇതതുപോലും സാധ്യമല്ല. അപ്പോൾ അതിനുണ്ടാകുന്ന ചിലവിനെ പറ്റിയൊക്കെ ഒരു മനസ്സിലാക്കാതെ പത്രം ഇറക്കേണ്ടി വന്നു. ഒരു നിർബന്ധിച്ച് പത്രം ഇറക്കായിരുന്നു. ഞാൻ പത്രം ഇറക്കാതിരിക്കുകയാണ് നല്ലത്, അത് പൂട്ടിപ്പോകുമെന്ന് ഞാൻ അവരോട് പറയാനിടയായി. ഇത് പിന്നീടാണ് മാധ്യമം വർത്തമാനം പത്രങ്ങളിൽ അതെ അത് ഇങ്ങനെ ഇന്ത്യൻ കമ്മ്യൂണിക്കേറ്ററിന് അവസാനിച്ചതിന് ശേഷം തിരിച്ച് കോഴിക്കോട്ടെത്തി ഇരിക്കുമ്പോഴാണ് മാധ്യമത്തിൽ നിന്ന് ക്ഷണമുണ്ടായത്. മാധ്യമത്തിൽ എക്സിക്യൂട്ടീവ് എഡിറ്ററായിട്ട് ചേർന്നെങ്കിലും കാര്യമായിട്ടൊന്നും ഒരുവിധം ഭംഗിയായി ആ പ്രസ്ഥാനം ഓടുന്നുണ്ടായിരുന്നു. ഞാൻ എൻ്റെ രീതിയിൽ ഇടപെട്ടെന്നാൽ ഒരു പക്ഷേ അത് ഒരു ഇടങ്കോലായി മാറുമോ എന്നുള്ളൊരു സംശയം എനിക്ക് തോന്നിപ്പോയി. അങ്ങനെ വന്നപ്പം കാര്യമായിട്ടൊന്നും മാധ്യമത്തിന് വേണ്ടി ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ളത് സത്യമാണ്. പിന്നീട് ഈ ഡൽഹിയിലുള്ള പത്രപ്രവർത്തന ഒരു കാര്യം വിട്ടു. ആ സമയത്ത് ചിത്രരചനയിൽ ഉള്ള ഒരു പ്രാവീണ്യം കൊണ്ട് കാർട്ടൂൺ കൈകാര്യം ചെയ്തിരുന്നു. ശങ്കേഴ്സ് വീക്ക്ലിയിൽ ചില കാർട്ടൂണുകൾ 1-2 കാർട്ടൂൺ ശങ്കേഴ്സ് വീക്ക്ലിയിലും വന്നു. വേറെ പെട്ടെന്ന് അതിൻ്റെ ഓർബിറ്റിൽ കാർട്ടൂൺ ഇട്ടിരുന്നു ആദ്യകാലത്ത് തന്നെ. പിന്നെ വേറെ പിന്നീട് അടിയന്തരാവസ്ഥ നിന്നതിന് ശേഷം വന്ന ഒരു പുസ്തകത്തിൻ്റെ പേര് മാഗസിൻ്റെ പേര് ഞാൻ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വരുന്നില്ല. ഇങ്ങനെ അതിലൊക്കെ ഉണ്ടായിരുന്നു. ശങ്കേഴ്സ് വീക്കിൽ 1-2 കാർട്ടൂൺ വന്നിട്ടുണ്ട്. അതൊരു അന്നത്തെ ഒരു കാർട്ടൂണിസ്റ്റിന് ശങ്കേഴ്സ് വീക്കിൽ ഒരു കാർട്ടൂൺ വരുത്താൻ കഴിയുക എന്നുള്ളൊരു സ്വപ്നമാണല്ലോ. ഞാൻ അത്യാവശ്യം പഠിക്കുന്ന കാലം മുതൽ അത്യാവശ്യം ചിത്രം വരയ്ക്കുമായിരുന്നു. പേന കൊണ്ട് ഇങ്ങനെ കുത്തി വരച്ച്, അതുകൊണ്ട് മാത്രം കാർട്ടൂണിലെത്തിയെന്ന് പറയാം. കോളേജിൽ പഠിക്കുന്ന കാലത്ത് പെയിൻറ്റിങ് ഒക്കെ ചെയ്യുമായിരുന്നു, ചിത്രകല വരയ്ക്കുകയും ചെയ്യുമായിരുന്നു. രണ്ടിനും സമ്മാനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. പെയിൻറ്റിങ്ങിന് അതായത് കേരള യൂണിവേഴ്സിറ്റിയാണ് അന്നുണ്ടായിരുന്നത്, ഒരു യൂണിവേഴ്സിറ്റിയേ ഉള്ളൂ. കേരള യൂണിവേഴ്സിറ്റിയുടെ സമ്മാനം പെയിൻറ്റിങ്ങിന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വരയ്ക്കാനുള്ള
താല്പര്യം കൊണ്ട് ഇങ്ങനെ. അപ്പം കാർട്ടൂൺ, പക്ഷേ എഴുത്തും പ്രൊഡക്ഷനും ഒക്കെ കൂടി വന്നപ്പം കാർട്ടൂണിലേക്ക് ഒരു ഏകാഗ്രത ആവശ്യമുണ്ട്. അതിനുവേണ്ടി ഇങ്ങനെ മനസ്സ് ധ്യാനിച്ചിരുന്നെങ്കിൽ ഐഡിയാസ് ശരിക്കും ഡെവലപ്പ് ചെയ്യാൻ കഴിയുള്ളൂ. പത്രങ്ങളെല്ലാം വായിച്ച് ഇങ്ങനെ ഒരു കോമിക് ആംഗിൾ കണ്ടെത്തേണ്ടതുണ്ട്. അത് അധികം സമയമൊന്നും കിട്ടില്ല. ഇടയ്ക്ക് ഇങ്ങനെ സരസമാണെന്ന് തോന്നുന്നത് വല്ലപ്പോഴും വരയ്ക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അതൊരു സീരിയസ് ആയിട്ട് പെർസീവ് ചെയ്യാൻ കഴിഞ്ഞില്ല. വാസ്തവത്തിൽ ഏകാഗ്രതയോടുകൂടി അതിലേക്ക് നിന്നിരുന്നെങ്കിൽ ഒരു പക്ഷേ കൂടുതൽ നന്നായിട്ട് ചെയ്യാൻ കഴിയുമായിരുന്നു എന്നുള്ളൊരു തോന്നലുണ്ട്. ഇപ്പോൾ 50 വർഷത്തിലേറെയുള്ള പത്രപ്രവർത്തനം കഴിഞ്ഞപ്പോൾ സ്വസ്ഥം കുടുംബത്തോടൊപ്പം അല്ലറ ചില്ലറ കൃഷിയും ഒക്കെയായി സ്വസ്ഥ ജീവിതം, ഗ്രന്ഥരചനകളൊക്കെ ആയിട്ട് നടക്കുകയാണ്. ഈ സമയത്ത് കാർട്ടൂൺ എന്തുകൊണ്ട് വീണ്ടും ഇപ്പോൾ ഏകാഗ്രതയൊക്കെ കിട്ടുന്ന സമയമാണ്, വീണ്ടും ആ മേഖലയിൽ? പക്ഷേ അതാണ് കാർട്ടൂണിന് വേണ്ടി വലിയ ഏകാഗ്രതയോടി നിന്നെങ്കിലേ അതിന് തുടർച്ച കിട്ടുള്ളൂ. തുടർച്ച ഉണ്ടെങ്കിലേ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കാൻ കഴിയുള്ളൂ എന്നാണ് എൻ്റെ അനുഭവം. ഇപ്പോഴത് തന്നെയല്ല. ഇപ്പോൾ ഞാൻ കാർട്ടൂൺ വരച്ചാൽ എവിടെ എത്തും, ആർക്ക് വേണം എന്നുള്ളത് പ്രശ്നം. പിന്നെ എന്താണ്, തർജ്ജമയ്ക്കും ചെറിയ ചെറിയ വെബ് ജേണലിലേക്കൊക്കെ ഇങ്ങനെ ഡിമാൻഡ് ഉള്ളതുകൊണ്ട് അതിങ്ങനെ എഴുത്തിലേക്കും തർജ്ജമയിലേക്കും പോയി എന്നുള്ളതാണ്. അതുകൊണ്ട് ഒന്നില്ല. പിന്നെ എന്നാൽ പോലും വിനോദത്തിന് വല്ലപ്പോഴൊക്കെ അല്പം പെയിൻറ്റിങ്ങും ഒക്കെ വരയ്ക്കുന്നുണ്ട്. ഇരിക്കുമ്പോൾ ഇങ്ങനെ മുഖങ്ങൾ വെറുതെ കുത്തി വരയ്ക്കും എന്നുള്ളതേ ഉള്ളൂ. അങ്ങനെ പോരല്ലോ. കാർട്ടൂണിന് അതിന് വേണ്ടിയിട്ടുള്ളൊരു പെർസ്യൂട്ട്, മനസ്സിനെ ഏകാഗ്രതയായിട്ട് കാർട്ടൂൺ ഐഡിയ എവിടെ നിന്ന് കണ്ടെത്തും എന്നുള്ള ഒരു പ്രശ്നമുണ്ട്. കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള വായന ഒന്ന് വേറെ തന്നെയാണത്. അതുകൊണ്ടാണ് നടക്കാത്തത്. പിന്നെ 70 വയസ്സായിക്കും പഴയ പോലെ ഭംഗിയാവുമോ എന്നുള്ളതും. പിന്നെ വാസ്തവത്തിൽ സാധാരണ സംസാരിക്കുമ്പം പരിഹാസം മറ്റുള്ളവരെ പറ്റിയൊക്കെ തോന്നുമെങ്കിലും പൊളിറ്റിക്കൽ ഐഡിയാസിനോട് ആ പരിഹാസം എങ്ങനെ വരിക എന്നുള്ളതാണ് കാര്യം. അങ്ങനെ എങ്കിലേ കാർട്ടൂൺ ശരിയാവുള്ളൂ. ഒട്ടേറെ നേട്ടങ്ങളെക്കുറിച്ച് പറഞ്ഞു, ഈ രംഗത്തുള്ള ഒട്ടേറെ അഭിമാനകരമായ സംഭവങ്ങളൊക്കെ പറഞ്ഞു. ഇത്രയും വർഷത്തിനിടയിൽ എന്തെങ്കിലും വിഷമകരമായ അനുഭവം അല്ലെങ്കിൽ പ്രയാസമുണ്ടാക്കിയ അനുഭവങ്ങൾ എന്തെങ്കിലും ഈ മേഖലയിൽ ഉണ്ടായിരുന്നു? ഞാൻ പത്രങ്ങൾ വിടുന്നതൊന്നും എനിക്ക് വലിയ പ്രയാസങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല. ഓഫ് കോഴ്സ് സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. എനിക്ക് ഒരു ബാങ്ക് ബാലൻസ് ഇല്ലാണ്ടാണ് ഞാൻ വിരമിക്കുന്നത് എന്നുള്ളത് വേറെ കാര്യം. അതായത് പ്രൊവിഡൻറ്റ് ഫണ്ട് പോലും ഈ ജോലിയിൽ വിട്ടു നിൽക്കുന്ന കാലത്ത് വിത്ഡ്രോ ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കൊന്നുമില്ല. ഭാഗ്യത്തിന് അല്പം കൃഷി സ്ഥലം റബ്ബറൊക്കെ ഉള്ളതുകൊണ്ട് ജീവിക്കാനുള്ള പ്രയാസമില്ലാതെ പോയെന്ന് മാത്രം. പ്രൊഫഷണൽ കാലത്ത് എന്നെ എപ്പോഴും ഞാൻ ഓർമ്മിക്കാറുള്ള ഒരു കാര്യം, എന്നെ ഒരു പൊളിറ്റീഷ്യൻ പറ്റിച്ചു, ചതിച്ചു എന്ന് പറയാൻ ഞാൻ ഉപയോഗിക്കുന്നില്ല, പറ്റിച്ചു. സുഭാഷ് ഘായ് എന്ന് പറയുന്ന ഡൽഹിയിലെ ഒരു ലീഡിങ് പൊളിറ്റീഷ്യൻ. അന്ന് അദ്ദേഹം യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർമാനാണ്. ഞാൻ ഇന്ത്യൻ എക്സ്പ്രസ്സിലുള്ള കാലത്താണ്, 69. അദ്ദേഹം രാത്രി 11 മണിയാവുമ്പോൾ എന്നെ വിളിക്കുന്നു. മിസ്റ്റർ മാത്യു, there was a dharna in front of the Vice Chancellor's office in the evening. Really, since I knew him, I never suspected that he was, pulling a fast one on me. ഞാൻ എന്താണ് അതിൻ്റെ ഡീറ്റെയിൽ എന്നൊക്കെ ചോദിച്ച് ഞാൻ തന്നെ റിപ്പോർട്ട് എഴുതി പത്രത്തിലിട്ടു. പിറ്റേന്നാണ് അറിയുന്നത് അത്. പ്രൊഫഷണലി എനിക്ക് ആ കൂടി പറ്റിയിട്ടുള്ള ഏക മറ്റു തരത്തിൽ എനിക്ക് ഓർമ്മിക്കാൻ എന്നുള്ളത് പത്രം ഇറക്കുന്നതിലുള്ള ത്രില്ലാണ്. ഞാൻ വർത്തമാനം പത്രം ഇറക്കി, അതിനു മുമ്പ് ഇന്ത്യൻ കമ്മ്യൂണിക്കേറ്റർ ഇറക്കി. കേരള കൗമുദി തന്നെ കോഴിക്കോട് എഡിഷൻ ഇറങ്ങാൻ വളരെ പ്രയാസപ്പെട്ട് മാനേജ്മെൻറ്റുമായി മൽപ്പിടുത്തം നടത്തിക്കൊണ്ടാണ് കോഴിക്കോട് എഡിഷൻ ഇറക്കുന്നത്. മാനേജ്മെൻറ്റ് തലത്തിൽ അവർ ഉടമ്പലികളുണ്ടായിരുന്നു. ആ ഉടമ്പലികളെ അതിജീവിച്ചുകൊണ്ട് ആണ് കോഴിക്കോട് എഡിഷൻ ഇറക്കുന്നത്. പക്ഷേ പ്രൊഫഷണൽ രീതിയിൽ കോഴിക്കോട് എഡിഷൻ തിരുവനന്തപുരം എഡിഷനേക്കാൾ നല്ലതാണെന്ന് ഒരു അഭിപ്രായം
എനിക്ക് അഭിമാനമായിട്ട് തോന്നാറുണ്ട്. ആ കാര്യത്തിൽ എനിക്കെപ്പോഴും ഓർമ്മിക്കാനുള്ള ഒരു ഇത്, മലയാള പത്രപ്രവർത്തനത്തിൽ ഈ മാസ്റ്റ് ഹെഡ് താഴ്ത്തി, അതായത് പത്രത്തിൻ്റെ പേര് താഴ്ത്തി കെട്ടി മേലെ തലക്കെട്ട് പ്രിൻ്റ് ചെയ്യുന്ന ആദ്യ സംഭവം മലയാളത്തിൽ ആദ്യമായിട്ട് ഞാൻ കേരളകൗമുദി കോഴിക്കോട് എഡിഷനിലാണ് ചെയ്യുന്നത്. അത്രമാത്രം പ്രാധാന്യമുള്ളൊരു വാർത്ത ആയതുകൊണ്ടാണ്. ഇന്ദിരാഗാന്ധിയെ വെടിവെച്ച് കൊന്ന സംഭവമായിരുന്നു. ഇന്ദിരാഗാന്ധി വെടിയേറ്റ് മരിച്ചു എന്ന് വലിയ അക്ഷരത്തിൽ എഴുതി മേലെ പ്രതിഷ്ഠിച്ച് കേരളകൗമുദി ടൈറ്റിൽ ഫോട്ടോയ്ക്കും താഴെ. അതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്താ? ഉദ്ദേശിച്ചത് ഒന്ന്, വാർത്തയുടെ ഏറ്റവും പ്രാധാന്യം, അതായത് കേരളകൗമുദി എന്നുള്ളതല്ല കണ്ടത്, വാർത്ത എന്താണെന്ന് അറിയിക്കുക എന്നുള്ളത്. രണ്ട്, കൊടി താഴ്ത്തുക എന്നുള്ളത് ബഹുമാനത്തിൻ്റെ സൂചകമാണ്. പ്രധാനമന്ത്രി വധിക്കപ്പെട്ടിരിക്കുന്നു, അപ്പോൾ ഒരു രാജ്യം ആദരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ കേരളകൗമുദിയുടെ ആദരവ് പ്രകടിപ്പിക്കേണ്ടത് കൊടി താഴ്ത്തിക്കൊണ്ടാണ്. പിന്നെ നമ്മൾ ദുഃഖാചരണം എങ്ങനെയാണ്? ദേശീയ ദുഃഖാചരണം നമ്മുടെ ദേശീയ പതാക താഴ്ത്തിക്കെട്ടിക്കൊണ്ടാണല്ലോ, അതേ എഫക്റ്റാണ് ഉദ്ദേശിച്ചത്. അന്നത് കമ്മ്യൂണിക്കേഷനൊന്നും തിരുവനന്തപുരമായിട്ട് ചോദിക്കാനുള്ള സൗകര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എനിക്കത് ഇങ്ങനെ ചെയ്യണമെന്ന് തോന്നി, ഞാനത് ചെയ്തു. തിരുവനന്തപുരം എഡിഷൻ പോലും അത് ചെയ്തില്ല എന്നുള്ളത് പിന്നീടാണ് അറിയുന്നത്. മറ്റൊരു കാര്യം, ഈ നാഗ്പൂർ യൂണിവേഴ്സിറ്റിയിലാണ് പത്രപ്രവർത്തക ജേർണലിസം പഠിച്ചത് എന്ന് പറയുന്നത്. അത് 65 കാലഘട്ടത്തിൽ. ഇന്നിപ്പം നിറയെ പത്രപ്രവർത്തക പരിശീലന ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്. അന്ന് എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ 3 സ്ഥാപനങ്ങൾ മാത്രമേ പത്രപ്രവർത്തനം പഠിപ്പിച്ചിരുന്നുള്ളൂ. 3 or 4 സ്ഥാപനം. പഞ്ചാബ് യൂണിവേഴ്സിറ്റി, ഓസ്മാനി യൂണിവേഴ്സിറ്റി, നാഗ്പൂർ യൂണിവേഴ്സിറ്റി, ബോംബെയിൽ ഭാരതീയ വിദ്യാഭവനം ഉണ്ടോയിരുന്നോ എന്ന് സാധിക്കും. അങ്ങനെ 4 സ്ഥാപനങ്ങളേ ഉള്ളൂ. അന്നത്തെയും ഇന്നത്തെയും ഈ ജേർണലിസം പഠനം സ്ഥാപനങ്ങളെക്കുറിച്ച് എന്താ? കൂടുതൽ പ്രൊഫഷണലായിട്ടുണ്ടല്ലോ ഇന്ന്. അന്ന് വളരെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ പഠിപ്പിക്കേണ്ടത് ആവശ്യമായിരുന്നു. കാരണം ടെക്നോളജി തന്നെ വളരെ ബേസിക് ആയിരുന്നു എന്നുള്ളതാണ്. അക്ഷരങ്ങൾ, പിന്നെ ഹാൻഡ് കമ്പോസിങ്ങിൻ്റെ സങ്കേതം വരെ ഞങ്ങൾ പഠിക്കണമായിരുന്നു. ജോബ് കേസ് എന്ന് പറയുന്ന അപ്പർ കേസ്, ലോവർ കേസ് എന്ന് ഇന്ന് ജേർണലിസ്റ്റുകൾ പഠിക്കേണ്ട ആവശ്യമില്ല. എന്താണ് അപ്പർ കേസ്, എന്താണ് ലോവർ കേസ്, വലിയ അക്ഷരവും ചെറിയ അക്ഷരവും, അതാണ് ക്യാപിറ്റൽ ലെറ്റർ ആൻഡ് സ്മോൾ ലെറ്റർ എന്നുള്ളതാണ്. അതിന് 2 പ്രത്യേക കേസുകൾ തന്നെയാണ്. ആ ജോബ് കേസ് മുതൽ പഠിക്കേണ്ടിയിരുന്നു. പ്രൂഫ് റീഡിങ് എങ്ങനെ പഠിക്കുന്നു, ഓരോ അക്ഷരങ്ങൾ മാറ്റി ആണ് പഠിക്കേണ്ടിരുന്നത്. ഇന്ന് അതൊന്നും അല്ലല്ലോ. ഇന്ന് കമ്പ്യൂട്ടറിൽ അതിൻ്റെ വേഗത വർദ്ധിച്ചു. അന്നൊരു ദിനപത്രം ഇറക്കാമെന്ന് പറയുന്നത് ഒരു ദിവസത്തെ പണിയായിരുന്നില്ല. ഇന്ന് വളരെ ചുരുങ്ങിയ മണിക്കൂറുകൾ കൊണ്ട് അത് ചെയ്യാൻ കഴിയുന്നത് അന്ന് വളരെ ദിവസങ്ങൾ പ്ലാൻ ചെയ്ത് ചെയ്യേണ്ടിരുന്നു. എഡിറ്റോറിയൽ പേജിനുള്ള എഡിറ്റോറിയൽ ഒഴിച്ച് ബാക്കിയൊക്കെ തലേന്ന് തന്നെ, ചുരുങ്ങിയത് തലേന്ന് തന്നെ തയ്യാറാക്കി വെക്കേണ്ടിയിരുന്നു. കാരണം ഹാൻഡ് കമ്പോസിങ് ഓരോ അക്ഷരവും പെറുക്കി നിർത്തി എത്ര സമയമെടുക്കുമെന്ന് ആലോചിക്കും. അത്രയധികം ആൾക്കാർ വേണ്ടിയിരുന്നു. പിന്നെ പ്രൂഫ് റീഡിങ് പല സ്റ്റേജ് വേണ്ടിയിരുന്നു. ഇന്ന് കമ്പ്യൂട്ടറിൽ എഡിറ്റർ തന്നെ കറക്റ്റ് ചെയ്യാൻ കഴിയുന്നതാണ്. അന്നത് എഡിറ്റർ ഒരു അക്ഷരം കറക്റ്റ് ചെയ്യാൻ വേണ്ടി കമ്പോസ് ചെയ്ത് പ്രൂഫ് എടുത്ത് വന്നു. പ്രൂഫ് റീഡർ ഒരു കോപ്പി ഹോൾഡർ ഉണ്ടാവും, അതായത് ഒറിജിനൽ കയ്യിൽ ഒരാളുടെ കയ്യിലും പ്രൂഫ് നോക്കുന്ന വേറൊരാളും. പിന്നെ അത് മാർക്ക് ചെയ്ത് വീണ്ടും കമ്പോസിറ്ററുടെ അടുത്ത് പോയിട്ട് അത് അക്ഷരങ്ങൾ മാറ്റി പ്രതിഷ്ഠിച്ച് കറക്ഷൻ വീണ്ടും എടുക്കുക. അതിൻ്റെ ഏറെ സമയം ചിലവഴിച്ചിരുന്ന മാനുഷിക വിഭവശേഷി വേണ്ടിയിരുന്ന ഒരു കാലഘട്ടമാണ് അത്. അന്നത്തെ പഠനം വേർന്നാണ്. അന്നും ഇന്നും ഒരുപോലെ നിൽക്കേണ്ട ഒന്ന് ഈ ജേർണലിസ്റ്റിക് എത്തിക്സും പ്രൊഫഷണലിസവും ഒബ്ജക്റ്റിവിറ്റി ഇങ്ങനെയുള്ള ചില കാര്യങ്ങളാണ്. നിർഭയത്വം അതൊരു പഠിപ്പിക്കേണ്ട ഒരു കാര്യമല്ല, അത് മനസ്സിൽ വരുന്ന ആശയദാർഢ്യം, ആദർശദാർഢ്യം ഇതൊക്കെ ഉണ്ടാകാമെന്നൊക്കെയുള്ള അതൊന്നും അവിടെ പഠിപ്പിക്കാൻ കഴിയുന്ന കാര്യങ്ങളല്ല. പക്ഷെ അത് തത്വം പഠിക്കണം. അത് ഇന്ന് പഠിപ്പിക്കുന്നുണ്ടോ എന്നറിയില്ല.
അവസാനമായ ഒരു ചോദ്യം, ഈ ഇത്രയും കാലത്തെ പത്രപ്രവർത്തന എക്സ്പീരിയൻസിന് ശേഷം റിട്ടയർമെൻറ്റ് ജീവിതം എങ്ങനെയാണ്? എനിക്ക് ധാരാളം ട്രാൻസ്ലേഷൻ അസൈൻമെൻറ്റ്സ് വരാറുണ്ട്. പുസ്തകങ്ങൾ ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിലേക്ക് ചെയ്യുന്നുണ്ട്, മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷിലേക്കും ചെയ്യുന്നുണ്ട്. നമ്മൾ ഇപ്പോഴും ഒരു മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷിലേക്കാണ് കൂടുതൽ ചെയ്യുന്നത്. കാരണം അത് മറ്റു ധാരാളം പേര് മലയാളത്തിലേക്ക് ചെയ്യാനുള്ളപ്പം ഇംഗ്ലീഷിലേക്ക് അധികം പേരില്ലാത്തത് കൊണ്ടും എനിക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇത്രയും കാര്യങ്ങൾ പങ്കുവച്ചതിന് വളരെയധികം നന്ദി.